മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ കുട്ടികളെ, മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണല്ലോ നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. എഴുത്തകം എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്. ഈ ഒരു യൂണിറ്റില് നമ്മൾ 4 പാഠങ്ങൾ പഠിച്ചു. ഒന്നാമതായി എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ എന്ന ഭാഗത്ത് നിന്ന് എടുത്തു ചേർത്ത കണ്ണാടി കാണുന്നോളവും എന്ന കവിതാഭാഗം. രണ്ടാമത് വിശ്വപ്രസിദ്ധ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്വസിന്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് കടമനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിതയാണ്. അതിനുശേഷം പി പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റാണ്. രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് തനതിടം എന്ന പേരായ യൂണിറ്റാണ് പഠിക്കുന്നത്. തനതിടം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, എഴുത്തിന്റെയും സംസ്കാരത്തിന്റെയും കലകളുടെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ തനതായ ഇടങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണമാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ യൂണിറ്റിലെ നമ്മള് കേരളത്തിന്റെ തനതായ കലാരൂപമായ കഥകളിയെ പറ്റി പഠിക്കുന്നു. അതുപോലെ കഥകളിയുടെ സാഹിത്യരൂപമായ ആട്ടക്കഥയെ പറ്റി പഠിക്കുന്നു. ആട്ടക്കഥ രചയിതാവായ ഉണ്ണായി വാര്യരെ പറ്റി പഠിക്കുന്നു. അതുപോലെ കാവാല നാരായണ പണിക്കരുടെ ഒരു നാടകം അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന് പറയുന്ന നാടകം പഠിക്കുന്നുണ്ട്. കഥകളി സംഗീതജ്ഞനായ കലാമണ്ഡലം ഹൈദരലിയെ പറ്റി പഠിക്കുന്നു. മാപ്പിളപ്പാട്ട് സാഹിത്യകാരനായ പുലിക്കോട്ടിൽ ഹൈദറിനെ പറ്റി പഠിക്കുന്നു. ഇത്രയും പാഠങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ രംഗവേദിയുടെ എല്ലാ സാധ്യതകളും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ ദൃശ്യകലാ പാരമ്പര്യത്തെയും അതേപോലെ രംഗവേദിയുടെ സാധ്യതകളെയും എല്ലാം പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു യൂണിറ്റാണ്. ഈ യൂണിറ്റിന്റെ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് ഒരു കാക്കാരിശി നാടകമാണ്. കാക്കാരിശി നാടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നിങ്ങൾക്ക് അധികം പരിചയമുള്ള ഒരു കലാരൂപമല്ല. തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് പഴയ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ഒരു നാടോടി നാടകരൂപമാണിത്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ കല അരങ്ങേറിയിരുന്നത്. ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് വിനോദോപാധിയായിട്ടാണ് ഈ കലാരൂപം നടത്തി വന്നിരുന്നത്. രാത്രികാലങ്ങളിലാണ് ഈ ഒരു നാടകം അരങ്ങേറിയിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇതിന് 300 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ എന്നാണ് സാഹിത്യകാരന്മാരും അതുപോലെ ഭാഷാശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയപ്പെടുന്നത്. കേരളത്തിന്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിലാണ് കാക്കാരശി നാടകം അറിയപ്പെട്ടിരുന്നത്. കാക്കാരി നാടകം, കാക്കാലച്ചി നാടകം, കാക്കാരശി നാടകം, കാക്കരുകളി എന്നിങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ ഈ കലാരൂപം അറിയപ്പെട്ടിരുന്നു. ഈ കലാരൂപത്തിന് വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. അതായത് കാക്കാലൻ, 2 കാക്കാത്തിമാർ, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് അരങ്ങത്തെത്തുന്നത്. കറുത്ത തുണി കൊണ്ടുള്ള ഉടുത്തുകെട്ടാണ് കാക്കാലന്റെ വേഷം. അതുപോലെ തലയിൽ കള്ളിത്തുണി കൊണ്ട് ഒരു കെട്ട്, മുഖത്ത് കറുത്ത ചായം തേക്കുന്നു, അതിൽ വെള്ളപ്പുള്ളികൾ കൊണ്ട് ചുട്ടികുത്തുന്നു, കഴുത്തിൽ മാല ധരിക്കുന്നു, അതുപോലെ മുഖത്ത് ഒട്ടിച്ചു വെച്ച കറുത്ത മീശ, തോളത്തൊരു വടി, അതിൽ ഒരു ഭാണ്ഡം. ഇത്രയുമായാൽ കാക്കാലന്റെ വേഷമായി. കാക്കാത്തിമാരുടെ വേഷം എന്ന് പറയുന്നത് മുറുക്കി ഉടുത്ത ചേല, അതുപോലെ ചെരിച്ചു കെട്ടിയ മുടിയിൽ മുല്ലപ്പൂ ചൂടുന്നു, അതുപോലെ കാലിൽ ചിലങ്ക അണിയുന്നു, മൂക്കുത്തി ധരിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ വേഷങ്ങൾ. ഇത്രയുമായാൽ കാക്കാരശി നാടകത്തിന്റെ വേഷവിധാനങ്ങളായി. ഇനി കാക്കാരശി നാടകം അവതരിപ്പിക്കപ്പെടുന്നത് തറനിരപ്പിൽ നിന്നും ഒരല്പം കെട്ടി ഉയർത്തിയ രംഗവേദിയിൽ രാത്രികാലങ്ങളിലാണ്. കാക്കാരശി നാടകത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതായത് ഭൂമിയിൽ തിന്മയും അസന്മാർഗതയും വർദ്ധിച്ചപ്പോൾ നാരദൻ കൈലാസത്തിലെത്തി ശിവനോട്
ഭൂമിയിലെ സാഹചര്യങ്ങളെ പറ്റി പറയുകയും അതിനൊരു പരിഹാരം കാണണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശിവനും ശിവപത്നിമാരായ പാർവതിയും ഗംഗയും ഭൂമിയിൽ പുനർജനിച്ചുവെന്നും ശിവൻ കാക്കാലൻ അഥവാ കുറവന്റെ വേഷത്തിലും പാർവതിയും ഗംഗയും കുറത്തിമാരുടെ വേഷത്തിലും ഭൂമിയിൽ അവതരിച്ചുവെന്നും അങ്ങനെ ഭൂമിയിൽ അലഞ്ഞു നടന്ന കാക്കാലൻ കാക്കാത്തിമാരെ കണ്ടെത്തുകയും അവരെ പരിണയിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ശിവപുരാണവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഐതിഹ്യം. പിന്നീട് കാക്കാലനും കാക്കാത്തിമാരും ചേർന്ന് ഭൂമിയിലെ ഈ അസന്മാർഗികതകൾക്കെതിരെയെല്ലാം ഫലിതവും പരിഹാസവും കലർന്ന വിമർശനങ്ങൾ നടത്തുകയും സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മകരം, കുംഭം, മീന മാസങ്ങളിലാണ് കാക്കാഴ്ച നാടകം നടത്തപ്പെടുന്നത്. അതുപോലെ സംഗീതത്തിനും നൃത്തത്തിനും നാട്യത്തിനും എല്ലാം പ്രാധാന്യമുള്ള ഒരു നാടോടി നാടക രൂപമാണ് ഈ ഒരു കലാരൂപം. മൃദംഗം, ഗഞ്ചിറ, ഇലത്താളം, ഹാർമോണിയം എന്നീ വാദ്യോപകരണങ്ങൾ ഈ ഒരു കലാരൂപത്തിന് അകമ്പടിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പഠിക്കാനുള്ള കാക്കാഴ്ച നാടകം എഴുതിയത് ജി ഭാർഗവൻ പിള്ളയാണ്. നാടൻ കലാ പഠന ഗവേഷണ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിക്കുകയും ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും നാടോടി കലാപാരമ്പര്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ജി ഭാർഗവൻ പിള്ള. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ധാരാളം കൃതികൾ മലയാളത്തിലുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ശ്രദ്ധേയനായ നാടോടി പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന വ്യക്തിയാണ് ജി ഭാർഗവൻ പിള്ള. സംഗീത നാടകത്തിന്റെ രൂപത്തിലാണ് കാക്കാഴ്ച നാടകം രചിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ ഇതിലെ ചോദ്യവും ഉത്തരവും എന്ന രീതിയിലാണ് ഈ ഒരു നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കാക്കാലിനും കാക്കാത്തിമാരും ചോദ്യങ്ങളിലും ഉത്തരങ്ങളുടെ രീതിയിൽ സംഗീതത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യം സ്ത്രീകൾ അവതരിപ്പിക്കുന്നു, സ്ത്രീ പാട്ടുപാടുന്നു, അതിനുശേഷം അതിന് മറുപടി എന്നോണം പുരുഷൻ പറയുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഇതിലെ പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഈ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന കാക്കാഴ്ച നാടകം നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രാണനാഥ കാതിലിടാൻ കമ്മൽ വേണ്ടേ ഇങ്ങുതര തീക്കനൽ പോൽ നിന്നിടുന്ന മൂക്കുത്തി ആലിലെ സമമായുള്ള ഞാത്തുരണ്ടും കൈവിരൽ കേമോതിരങ്ങൾ ഇങ്ങുതര കാൽവിരൽക്കും മോതിരങ്ങൾ വേറെ തര ദന്തശോഭ വേണ്ടതിനാൻ പഞ്ചകോടി ചെപ്പു വേണം പ്രാണനാഥ ചെപ്പടി ഇപ്പടി തരണമിന്റെ പ്രാണനാഥ ഇപ്പടി തരണമിന്റെ പ്രാണനാഥ காலுக்கிடமொரு காலாழி மோதிரம் எப்படி போச்சிதடி காக்காத்தி எப்படி போச்சிதடி காலுக்கிடமொரு காலாழி மோதிரம் எப்படி போச்சிதடி காக்காத்தி எப்படி போச்சிதடி കല്ലുള്ള നാട്ടിനെ കാലേശി പോയപ്പോൾ കണ്ണാലെ പൂച്ചിതടാ കാക്കാനെ കണ്ണാലെ പൂച്ചിതടാ കല്ലുള്ള നാട്ടിനെ കാലേശി പോയപ്പോൾ കണ്ണാലെ പൂച്ചിതടാ കാക്കാനെ കണ്ണാലെ പൂച്ചിതടാ കൈക്കിടമൊരു കൈവള മോതിരം എങ്ങനെ പോച്ചിതടി കാക്കാത്തി
കയ്യിൽ കിടന്നൊരു കൈവള മോതിരം എങ്ങനെ പോച്ചിതടി കാക്കത്തി എങ്ങനെ പോച്ചിതടി കാടുള്ള കാട്ടിലെ ചുള്ളിക്ക് പോയപ്പം കാടാനെ പോച്ചിതട ഉടവാ കാടാനെ പോച്ചിതട കാടുള്ള കാട്ടിലെ ചുള്ളിക്ക് പോയപ്പം കാടാനെ പോച്ചിതട ഉടവാ കാടാനെ പോച്ചിതട മുക്കിൽ കിടന്നൊരു കൽവച്ച മുക്കുത്തി എപ്പടി പോച്ചിതടി കാക്കത്തി എപ്പടി പോച്ചിതടി മുക്കിൽ കിടന്നൊരു കൽവച്ച മുക്കുത്തി എപ്പടി പോച്ചിതടി കാക്കത്തി എപ്പടി പോച്ചിതടി മൊന്തയിലും മുത്തി കുടിച്ചപ്പോൾ വീർപ്പാനെ പോച്ചിതട കാക്കാനെ വീർപ്പാനെ പോച്ചിതട മൊന്തയിലും മുത്തി കുടിച്ചപ്പോൾ വീർപ്പാനെ പോച്ചിതട കാക്കാനെ വീർപ്പാനെ പോച്ചിതട കാക്കാച്ചിപ്പാട്ട് എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ആദ്യം കാക്കാത്തിമാർ കുറേയേറെ ആവശ്യങ്ങൾ കാക്കാലിനോട് പറയുന്നു. എന്തൊക്കെയാണ്? തങ്ങൾക്ക് നല്ല ആഭരണം വേണമെന്നും വസ്ത്രം വേണമെന്നും പല്ലു തേക്കാൻ പഞ്ചപൊടി വേണമെന്നും അങ്ങനെ നിരവധി ആവശ്യങ്ങൾ കാക്കാലിന് മുമ്പിൽ നിരത്തുന്നു. അതിന് മറുപടിയായിട്ട് വളരെ കൗശലപൂർവ്വം കാക്കാലൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും കാക്കാത്തിമാർ അതിനേക്കാൾ തന്ത്രപൂർവ്വം മറുപടി പറയുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളുടെ പണ്ട് സാധാരണയായി കണ്ടിരുന്ന ഒരു കാഴ്ചയാണ് നാടോടി സ്ത്രീകള് പല ആവശ്യങ്ങൾക്കായി നമ്മുടെ ഇടയിലേക്ക് എത്താറുണ്ടായിരുന്നു. അത് പല വേഷത്തിലാണ്. ചിലരാണെങ്കിൽ അമ്മിക്കല്ല് കൊത്തുന്നവരെ, പണ്ട് അമ്മിക്കല്ല് കൊത്തി അമ്മിക്കല്ലിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ അമ്മി കത്താനുണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പഴയ തലമുറക്കാരോട് ചോദിച്ചാൽ അറിയാം. ഇപ്പൊ അതൊന്നും പരിചിതമല്ല. അതേപോലെ കുരങ്ങ് കളിക്കാര്, പാമ്പാട്ടികള്, ഇങ്ങനെയുള്ള അതുപോലെ ലാടവൈദ്യന്മാർ, പച്ചമരുന്നുമായിട്ട് കടന്നു വരുന്ന ലാടവൈദ്യന്മാര്, ഇങ്ങനെയുള്ള നിരവധി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ നമ്മുടെ ഇടയിലേക്ക് എത്തുകയും അവരുടെ സൂത്രങ്ങൾ കൊണ്ട്, അവരുടെ തന്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് പണം തട്ടി എടുത്തു കൊണ്ടുപോകുന്നത്, സൂത്രം പ്രയോഗിച്ച് തന്നെ പണം, അവരെ കൗശലം പ്രയോഗിച്ച് പണം കൈക്കലാക്കി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജ്യോതിഷക്കാരും പക്ഷിശാസ്ത്രക്കാരും ഇങ്ങനെയെല്ലാം ഉള്ളവര് ഈ കുറവൻ എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ കൗശലത്തെ ഒരു പരിധിവരെ പരിഹസിക്കാനും അതേപോലെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അവരുടെ വാക്കുകളിലൂടെ സമൂഹത്തിലെ തിന്മകളുടെയും ആഡംബര ഭ്രമത്തിന്റെയും ഒക്കെ അതിനെല്ലാം പരിഹസിച്ചുകൊണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായൊരു കാക്കാശിപ്പാട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ നിങ്ങളെ ഈ ഒരു ഭാഗം പല പ്രാവശ്യം വായിക്കുക. അതിൽ നിന്ന് കൂടുതൽ ആശയം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിലെ ഫലിതവും പരിഹാസവും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഈ ഒരു പാഠം അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രവർത്തനം തരികയാണ്. അതായത് ഈ കാക്കാശിപ്പാട്ടില് നിങ്ങൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ ഇതിലുള്ള ഫലിതവും പരിഹാസവും സാമൂഹ്യ വിമർശനവും ഒക്കെ കണ്ടെത്തി ഒരു കുറിപ്പായി നോട്ട്ബുക്കിൽ എഴുതുക. എല്ലാവരും എഴുതുമെന്ന് വിചാരിക്കുന്നു. നന്ദി.